ഹായ്, ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ റിവ്യൂ അശ്വൻ കോക്കിന്റെ കാര്യം പറഞ്ഞാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഇത് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അശ്വൻ കോക്കിന്റെ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ട് 16 മിനിറ്റുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഭയങ്കരമായിട്ട് രോഷം കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ സുരേഷ് കൂടെ മോനില്ലേ, ഇളയ മോൻ മാധവ് സുരേഷിന് ഒരു പടത്തെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് പേരിൽ അങ്ങനെയുള്ള സംഭവം മാധവ് സുരേഷിന്റെ പ്രൊഡ്യൂസർ പിന്നെ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള സംസാര വിഷയം ഉണ്ടായാണ് അദ്ദേഹം ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പം ആ വീഡിയോ ഞാൻ ഫുള്ള് 16 മിനിറ്റുള്ള വീഡിയോ ഞാൻ ഫുള്ള് കണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പൈസ മേടിച്ചിട്ടില്ല, അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം കാണിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഉറപ്പാണ് അദ്ദേഹം മേടിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തെളിവ് സഹിതം കാണിക്കാൻ. അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തന്റെ അടുത്തൊന്നും അദ്ദേഹം സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം ചെറിയ പ്രൊഡ്യൂസർ ഇത്രയും കാശ് മുടക്കി പ്രൊഡ്യൂസർ ഒരു പടം ചെയ്യുന്നു, അങ്ങനെ അടിച്ചൊരു ചെറിയ പടം ചെയ്യുന്ന 3-3.5 കോടി വേണം. അദ്ദേഹം ഇപ്പൊ അത്രയും പൈസ മുടക്കി ഒരു പടം ചെയ്യുമ്പോൾ അത്ര സെറ്റപ്പായിട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് അദ്ദേഹത്തിനെ കാണും. ഇദ്ദേഹം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ വെല്ലുവിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം മേടിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ കള്ളക്കേസ് അദ്ദേഹത്തിനെ കള്ളത്തരം പറഞ്ഞ ഉണ്ടാക്കിയതാണ് അദ്ദേഹം മറ്റേ ചാനൽ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് മേടിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ശരിക്കും പേടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു റിവ്യൂ കണ്ടിട്ട് അദ്ദേഹം റിവ്യൂ പറഞ്ഞ പടം വിജയിക്കും പൊട്ടുന്ന ഒരു താറവുന്നതാണ്. ഇവരെ പടം പൊട്ടി, ഇവരെ പടത്തെ കുറിച്ച് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അദ്ദേഹം ചിലപ്പം ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയത്. അശോകൊക്കെ പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഇതിലിട്ട് ഒരു സിനിമക്കാരെ ഒന്നുമില്ല, ഞാൻ പൈസ മേടിച്ചിട്ടില്ല, എനിക്ക് ആൾക്കാരില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷെ മേടിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ കമന്റുകളും വരുന്നു. ഇപ്പൊ അദ്ദേഹം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കമന്റുകൾ വരുന്നു. പുതിയതായിട്ടുള്ള റിവ്യൂലൊക്കെ കമന്റുകൾ വരുന്നുണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം മേടിച്ചിട്ടുണ്ടെന്ന് ഈ കമന്റിടുന്നവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ അശോകൊക്കെ പറഞ്ഞാൽ ഞാൻ മേടിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത് ആവശ്യമില്ല, ലക്ഷറി ജീവിതം ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ മേടിച്ചില്ല, മേടിക്കാൻ പോകുന്നില്ലെന്ന് പറയും. അപ്പം പിന്നെ ഈ 1 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തെന്ന് പറയുന്നത്, ഈ പ്രൊഡ്യൂസർ കൊടുത്തെന്ന് പറഞ്ഞത് അശോകനെ വെറും കളിയാക്കുന്ന ഇതായിപ്പോയി. അതായത് അശോകന് നാണക്കേടായിട്ട് തോന്നി. അതുകൊണ്ടാണ് അശോകനെ വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനൊരു കാര്യം എനിക്ക് മനസ്സിലാക്കിയത്, ഈ അശോകന് എന്തിനാണ് ആൾക്കാർ പേടിക്കുന്നു? ഈ ചില കുറച്ച് എല്ലാ സിനിമക്കാരും കുറച്ച് സിനിമക്കാർ പേടിക്കുന്നു. എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ നല്ലൊരു സിനിമ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അശോകനെ പേടിക്കുന്ന കാര്യമില്ല, ഒരു റിവ്യൂറും പേടിക്കുന്ന കാര്യമില്ല. ആ പടം ഓടും. എത്ര മോശം റിവ്യൂ അശോക് പറഞ്ഞെന്ന് പറഞ്ഞാൽ, അല്ലെ വേറെ റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞാൽ പടം ഓടാക്കി ഇതിൽ ഓടും. അപ്പൊ നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് ഇറക്കി ഇടാത്തതാണ് ആ പടം ഓടാത്തത്. അല്ല അശോകനെ ഇറക്കി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം വന്നിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ അശോക് ഭയങ്കര രോഷമുണ്ട്, ഭയങ്കര തെരുവിലും ബഹളമൊക്കെ ആയിരുന്നു. അതായത് മാധവ് സുരേഷ് ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, പ്രൊഡ്യൂസർ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ആ സിനിമ ആ പ്രൊഡ്യൂസറിനെയും നായകനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളെ പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹത്തിന് രോഷം കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് മോശമാണ്. അതൊക്കെ ഭയങ്കര മോശമാണ്. നിങ്ങൾ നല്ലൊരു സിനിമ ചെയ്ത് കാണിക്കുക, അല്ലാതെ റിവ്യൂറെ തലക്കി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ സിനിമ മോശമാണെന്നാണ് പൊട്ടിപ്പോയത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു റിവ്യൂറെ കുറ്റം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ സിനിമക്കാരൊന്നും എല്ലാ സിനിമക്കാരും കുറ്റം പറഞ്ഞില്ല. സിനിമക്കാർ കുറച്ച് പേര് അശോകനെ പേടിക്കുന്നുണ്ട്. ഇവിടെ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. അത് പുതിയ നടന്മാരുടെ ആയാലും പുതിയ സംവിധാനം പുതിയ നടിയായാലും വിജയിച്ചിട്ടുണ്ട്. പുതിയ നടന്മാരെ, പുതിയ സംവിധാനം, പുതിയ നടിമാരെ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് കേരളയിൽ. അങ്ങനെയാണെങ്കിൽ കുഞ്ചാക്കോനും ഈ പൃഥ്വിരാജും ഇവരൊന്നും ഉണ്ടാകത്തില്ല. ഇവരൊക്കെ ആദ്യമായിട്ട് വന്ന പടമൊക്കെ ഹിറ്റായില്ലേ, സൂപ്പർ ഹിറ്റ് അടിച്ച പടമില്ലേ അനിത്യപ്രഭും നന്ദനൊക്കെ. അപ്പൊ അവിടെ പുതിയ നടന്മാരെ ഇവർ കാണായിരുന്നോ? ഇല്ലല്ലോ. പടം കാണാൻ ആൾക്കാർ പോയില്ലേ? പുതിയ സംവിധാനം എന്നും പറഞ്ഞ് പുതിയൊരു പടം ഇറങ്ങുമ്പോൾ ഹിറ്റായിട്ടില്ലേ? എന്തിന്? ആർഡിക്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സിനിമ, അതിന് സംവിധാനം പുതിയതാണ്. അദ്ദേഹത്തിന്റെ പുതിയ പടം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പടം കാണാതിരുന്നില്ലല്ലോ. അല്ല, പുതിയ സംവിധാനം എന്ന് പറഞ്ഞ പടം കാണാതിരുന്നിട്ടില്ലല്ലോ. അതിനകത്ത് അഭിനയിച്ച നടന്മാർ അത്ര വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നുമല്ല, വലിയ സംഭവങ്ങളുള്ള നടന്മാരൊന്നുമല്ല അഭിനയിച്ച്. അടുത്ത ഷെയ്നിങ് എന്ന് പറഞ്ഞ ആൾ ആ സമയത്ത് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ട് പടം ഹിറ്റായില്ലേ? അവിടെ അവര് പ്രശ്നങ്ങളൊന്നും നോക്കിയില്ല, പടം നല്ലാണ്ട് ഓടി. അപ്പം അങ്ങനെ നിങ്ങളുടെ തോന്നലാണ്. അപ്പൊ നിങ്ങൾ പടം നല്ല ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പടം വിജയിക്കും. അതിന് അശോകിന്റെ കുറ്റം പറയുമോ അല്ലെങ്കിൽ റിവ്യൂറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാക്കാൻ നോക്കും, മോശമായി നല്ലതാക്കാൻ നോക്കും. പിന്നെ എനിക്ക് മാധവ് സുരേഷ് എന്ന് പറയുന്നത്, മാധവ് സുരേഷ് എന്ന ആക്ടർ സുരേഷ് ഗോയുടെ മോനാണ്. സുരേഷ് ഗോയുടെ എന്തെങ്കിലും ഒരു അംശമെങ്കിലും കഴിവ് നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കഴിവ് എടുത്ത് പ്രകടിപ്പിച്ച് അത് ജനങ്ങളിൽ എത്തിക്കാൻ നോക്കുക. റിവ്യൂ എന്നൊരു കുറ്റം പറയാതെ നിങ്ങൾ നല്ലൊരു പടം ചെയ്ത് വെക്ക്. നിങ്ങളുടെ ഒരു സിനിമ ഈയുടെ ട്രോളൊക്കെ ആയില്ലേ? ആ സിനിമയുടെ എന്താ പോരായ്മ, നിങ്ങളുടെ ഡയലോഗ് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയോ? അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ, അടുത്ത പരിപാടി ചെയ്യാണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർ ആകാൻ പറ്റും, ഒരു സൂപ്പർ സ്റ്റാർ ആകാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിനോട് നല്ലോണം കഠിനാധ്വാനം ചെയ്യണം, നല്ലോണം ശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അല്ല ചളി പോലത്തെ ഒരു പടം ചെയ്തിട്ട് അത് ഓരോരുത്തർ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരെ കുറ്റം കൊണ്ട് കാര്യമില്ല.
അവർ ഇപ്പം അശുങ്കൊക്കെ ഞാനാണല്ലോ ആരായാലും നമ്മൾ നമ്മുടെ കൈ കിടന്ന പൈസ കൊടുത്ത് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു. ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ ഇല്ലെന്ന് പറയും. അത് അവർ റിവ്യൂ ചെയ്യുമ്പോൾ അത് പബ്ലിക്കായിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അവര് പറയുന്ന അവരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം അവർ പറഞ്ഞത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ സിനിമ ചെയ്യുന്നത് ഈ നാട് നന്നാക്കാനോ, അല്ലെ ഇവിടുത്തെ ജനങ്ങളുടെ പാവങ്ങളുടെ പട്ടിണി മാറ്റാനോ, അല്ലെ ഇവിടെ റോഡ് നന്നാക്കാനോ, കുടിവെള്ളം കിട്ടാതെ കുടിവെള്ളം ഉണ്ടാക്കി കൊടുക്കാനോ, ആ കിട്ടുന്ന പൈസ ഇതൊക്കെ ചെയ്തു കൊടുക്കാനൊന്നല്ലല്ലോ നിങ്ങൾ ഈ സിനിമ ഉണ്ടാക്കുന്നത്. ഇതൊരു ബിസിനസ് ആയിട്ടല്ല നിങ്ങൾ എടുത്തിരിക്കുന്നത്. 1 ലക്ഷം മുടക്കി 2 ലക്ഷം കിട്ടണം, ഇതിനു വേണ്ടി ചെയ്യുന്നേ. അപ്പം പിന്നെ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ കാശ് കൊടുത്ത് ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള റിവ്യൂ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെന്ന് പറയും. അത് റിവ്യൂ പറയുന്നവരുടെ പണം പൊട്ടി പോകുന്നില്ല, ഒരു പടം വിജയിക്കാനും പോകുന്നില്ല. അശ്വൻകൊക്ക് ഈ കേരളത്തിൽ ഒന്നുമല്ല. അശ്വൻകൊക്ക് എന്ന് പറഞ്ഞ ആൾ കേരളത്തിൽ ഒരു വട്ടപൂജയായിരിക്കും. അത് ഇത്ര ജനങ്ങളുള്ള ഒരു 100 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് അശ്വൻകൊക്ക് എന്ന് പറഞ്ഞ ഒരാൾ വെറും വട്ടപൂജയാണ്. അദ്ദേഹം പറഞ്ഞ പടം വിജയിക്കാനും പൊട്ടാനും പോകുന്നില്ല, നല്ല പടമാണ് ഓടിയിരിക്കും. അപ്പൊ അവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല. നിങ്ങൾ അദ്ദേഹത്തെ കുതിരാറിന്റെ കാര്യമില്ല. അദ്ദേഹത്തിന്റെ വഴിക്ക് വിടും, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. എന്നിട്ട് നിങ്ങൾ നല്ല പടങ്ങൾ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പടം പൊട്ടാൻ കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നത്. എന്നിട്ട് അടുത്ത പടത്തിൽ പിടിക്കാൻ നോക്കുക. അല്ലാതെ ഒരു റിവ്യൂരൊക്കെ കുറ്റം പറഞ്ഞിട്ട് അദ്ദേഹത്തിനാണ് ചെയ്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിനെ കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഈ മാധവ സുരേഷാണ് പറയുള്ളത്. മാധവ സുരേഷ് പറഞ്ഞു എന്റെ രാഷ്ട്രീയം ആയിരിക്കും പ്രശ്നം, അതായിരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം ഒന്നല്ല ഇവിടെ പ്രശ്നം. രാഷ്ട്രീയവും ജാതിയും അതൊന്നും ആരും നോക്കാറില്ല. പ്രേക്ഷകർ നോക്കാറില്ല. സുരേഷ് ഗോപി എന്ന ആക്ടർ BJP ആണ്. BJP-കാരനായിട്ടും അദ്ദേഹം തിളങ്ങിയ സമയത്താണ് ജോഷി ഒരു സിനിമ കൊണ്ട് വന്നത്. ആ സിനിമ ഹിറ്റായില്ലേ, പ്രേക്ഷകർ സ്വീകരിച്ചില്ലേ? അവിടെ BJP-കാർ മാത്രമാണോ പോയി പടം കാണാൻ പോയത്? BJP-കാർ മാത്രം കണ്ട പടം വിജയിക്കുമോ? ഒന്നുമില്ലല്ലോ. അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി മിക്സ് ചെയ്തല്ലേ പടം കണ്ടുകൊണ്ടല്ലേ വിജയിച്ചത്. അപ്പൊ പടം നല്ലതാണ്, അവിടെ ഓടും. അവിടെ പ്രേക്ഷകർ അങ്ങനെ ജാതി മതം രാഷ്ട്രീയം നോക്കാറില്ല. അത് നിങ്ങളുടെ തോന്നലാണ്. നിങ്ങളുടെ പടം മോശമാണ് പൊട്ടുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയമല്ല പ്രശ്നം, നിങ്ങളുടെ പടമാണ് പ്രശ്നം. നല്ല പടം ഇറക്കാത്തോണ്ടാണ്. ഇറക്കി കാണിക്കും. അല്ലാതെ അവിടെ ജാതിയും മതം രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ജാതിയും മതവും രാഷ്ട്രീയം നോക്കുവാണെങ്കിൽ ഇവിടെ മലയാളത്തിൽ നമുക്ക് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന സംഭവം ഇപ്പം പറയുന്നത്. അപ്പൊ അത് പറഞ്ഞേ, കേരളത്തിൽ മാത്രം പറഞ്ഞേ. ഇവിടെ നടന്മാരും ഉണ്ടാകത്തില്ല, നടിമാരും ഉണ്ടാകത്തില്ല, സംവിധാനം ഉണ്ടാകില്ല. അവരോട് ജാതിപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരെ മാത്രം സഹായിക്കാൻ പ്രേക്ഷകരെ പോയി പടം കാണുന്നെങ്കിൽ ഇവിടെ ആരും സൂപ്പർ സ്റ്റാർ ആകത്തില്ല, ഇവിടെ ആരും സെറ്റപ്പ് ആകത്തുമില്ല, സിനിമക്കാർ ഉണ്ടാകത്തില്ല. ഇപ്പൊ മമ്മൂട്ടിയുടെ പടം ഇറങ്ങുന്നത്, മമ്മൂട്ടിയുടെ ഇറങ്ങുന്ന മുസ്ലിങ്ങൾ മാത്രമാണ് പോയി പടം കാണുന്നത്? ഒന്നുമല്ലല്ലോ. മുസ്ലിങ്ങൾ മാത്രമാണ് മമ്മൂട്ടിയുടെ ഫാൻസ് അല്ലല്ലോ. എല്ലാ ജാതി മതക്കാരും മമ്മൂക്ക് ഫാൻസ് ഉണ്ടല്ലോ. എല്ലാ ജാതി മതക്കാരും മോഹൻലാലിന്റെ പടം കാണുന്നില്ലേ? മോഹൻലാലിന്റെ പടം കാണുന്നത് നായമാര് മാത്രമാണ് മോഹൻലാലിന്റെ പടം സപ്പോർട്ട് ചെയ്യുന്നത്? ഒന്നും അല്ലല്ലോ. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉണ്ട് പടം കാണാണ്ട്. എല്ലാ ജാതി മതക്കാരും പടം കാണുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും പടം കാണുന്നുണ്ട് ഇവിടെയൊക്കെ. അതുകൊണ്ട് ഇവരൊക്കെ നിലനിൽക്കുന്നത്. അല്ല ഇന്ന കാറ്റഗറി വെച്ചല്ലേ പടം കാണുന്നത്? പ്രേക്ഷകർ ഇന്ത്യക്കാരില്ല. ചിലർ ആക്ടർ ഒരുപാട് ചവിട്ടിട്ടുണ്ടാകത്തില്ല, നമുക്കറിയില്ല. എന്നിട്ട് ആ ചവിട്ട് കൊണ്ട് ആള് പടം ചെയ്തിട്ടില്ലേ, പടം ഹിറ്റായിട്ടില്ലേ, അദ്ദേഹത്തെ പടം കാണുന്നില്ലേ? ഏറ്റവും അവസാനമായിട്ട് ചെയ്ത ഉസ്താദോട് ദുൽഖറായിട്ട് ഒപ്പം ചെയ്ത പടം, ദുൽഖറ നായികയിലെങ്കിൽ ദുൽഖറായിട്ട് മോളിൽ നിൽക്കുന്ന സീനാണ് ചെയ്തിരിക്കുന്നത്. മരിക്കുന്ന മുമ്പ് അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല സിനിമ ചെയ്തു, നല്ല റോളല്ലേ ചെയ്തു. അത്ര വിഷയത്തിൽ ഇന്ന സമയത്തും അൻവർ റഷീദ് അദ്ദേഹത്തെ പടം ചെയ്തില്ലേ? പ്രേക്ഷകർ അദ്ദേഹത്തിന് സ്വീകരിച്ചില്ലേ? കലാമണി ഏറ്റവും കൂടുതൽ അവമാനിക്കപ്പെട്ടൊരു നടനാണ് കലാമണി. കൂടെ അഭിനയിച്ച നടി പോലും, ആ നടി പറഞ്ഞ് എനിക്ക് ഇനി കലാമണിയോടെ ഞാൻ നായനായിട്ട് ചെയ്യുന്ന നമുക്ക് നടിയുണ്ട്, മനസ്സിലായേ? അങ്ങനെ പറയുന്ന നടി വരെ ഇവിടെ ഉണ്ട്. പക്ഷെ പ്രേക്ഷകർ അങ്ങനെ കലാമണി മാറ്റി നിർത്തിയിട്ടില്ല. ആ നടി മാറ്റി നിർത്തി, പക്ഷെ പ്രേക്ഷകർ മാറ്റി നിർത്തിയിട്ടില്ല. ആ കലാമണിയുടെ പടം ഇവിടെ സൂപ്പർ സ്റ്റാറിന്റെ പടം കൊടുത്താൽ ഓടിയിട്ടില്ലേ? കരുമാടിക്കൊട്ടും വാസന്തി ബെഞ്ചോസനും ആൾക്കാരുടെ ഓടിയിട്ടില്ലേ? നല്ലൊരു കൂടി ഇവിടെ അല്ലേ കരുമാടിക്കൊണ്ടിരിക്കും വാസന്തിയൊക്കെ, ബെഞ്ചോസനൊക്കെ. അപ്പൊ അവിടെ രാഷ്ട്രീയ ജാതിയ മതം നോക്കിയില്ലല്ലോ. അപ്പൊ അവിടെ ആരും രാഷ്ട്രീയ മതം ജാതി മതം നോക്കാറില്ല. നിങ്ങളുടെ തോന്നലുകളാണ് മാധവ സുരേഷ്, നിങ്ങളുടെ തോന്നലുകളാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞത്. രാഷ്ട്രീയം എന്നൊരു സിനിമയ്ക്ക് രാഷ്ട്രീയം ഇതൊന്നും, പ്രേക്ഷകർക്ക് രാഷ്ട്രീയം മതവും ജാതി മതവും ഇല്ല. അവർക്ക് നല്ല പടം കണ്ടിരിക്കാൻ സ്വീകരിക്കും. നിങ്ങൾ നല്ല പടം ഇറക്കാതെ നിങ്ങളുടെ മോശം അഭിനയാണ്ട് തന്നെ പടം വിജയിക്കാതെ ആൾക്കാരെ ട്രോൾ എടുത്തത്. അപ്പൊ നിങ്ങളുടെ മോശമായ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ട് അത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അധ്വാനിച്ച് ആ പടം വേറെ ലെവലിൽ എത്തിക്കുക. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ കളിയൊക്കെ പ്രേക്ഷകർ കൈയടിക്കും. ഈ കുറ്റം പറഞ്ഞവര് നിങ്ങളെ കൂവിയ നിങ്ങളെ കൊണ്ട് കൈയടിക്കും. നിങ്ങളെ കുറ്റം പറയാറൊക്കെ നിങ്ങളുടെ കൈയടിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ വരെ ആകാൻ പറ്റും നിങ്ങൾ നല്ല കഴിവാഗ്ദാനം ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ. ഈ പുതിയ ഈ നീമ്പോളിന്റെ കൂടെ ആദ്യമായിട്ട് അതിന്റെ ഹിറ്റായിട്ടില്ലേ? ആദ്യമായിട്ട് ഒന്ന് കാണാം. അപ്പൊ ഇവരൊക്കെ വന്നതാണ് ഇവിടെ കൂടെ ഹിറ്റായിട്ടില്ലേ? അവരൊക്കെ പുതിയ നടനെ, അവര് മൈൻഡ് ചെയ്യായിരുന്നില്ലല്ലോ. വാഴത്തു പുതിയ നടന്മാരാണ് അവിടെ ചെയ്യുന്നത്, പുതിയ സംവിധാനമാണ്, പുതിയ നടന്മാരാണെന്ന് പ്രേക്ഷകർ പടം കാണാനിരുന്നില്ലല്ലോ. ആ പടം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചില്ലേ? 20 കോടി കാശ് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് മനസ്സിലാക്കണ്ടേ? പടം നല്ലതാണ്, ഓടും, നല്ല അഭിനയാണ്, അവരെ കൂട്ടി പറയുകയും ചെയ്യും. നിങ്ങളുടെ പടം മോശമാണ് ഓടാൻ, നിങ്ങൾ അവരെ മോശമാണ് അവർ പറഞ്ഞത്. അപ്പൊ നല്ലതാക്കി എടുക്കാൻ നോക്കും അഭിനയവും പടവും.
അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഈ റിവ്യൂ അശോക് നിങ്ങൾ എന്തിനാ കുറ്റം പറഞ്ഞത്?